പ്രിയപ്പെട്ടവരെ നമസ്കാരം. ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥ നമ്മിൽ പലരും അനുഭവിക്കാറില്ലേ? എനിക്കിത് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇത് ചെയ്തു ശരിയായില്ലെങ്കിൽ ആളുകൾ എന്തു പറയും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങളെ അലട്ടാറുണ്ടോ? ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് എങ്കിൽ മറ്റു ചിലർക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും ഈ ആത്മവിശ്വാസക്കുറവ് ഫീൽ ചെയ്യാറുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെയും പ്രൊഫഷനെയും ബന്ധങ്ങളെയുമെല്ലാം നെഗറ്റീവായി അഫക്റ്റ് ചെയ്യും. സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള 5 മെത്തേഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നേടിക്കഴിഞ്ഞ വലുതും ചെറുതുമായ നേട്ടങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടെ ചിന്തിക്കുക എന്നതാണ്. എല്ലാ പരീക്ഷയിലും ഉയർന്ന ഗ്രേഡ് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മികച്ച മാർക്ക് വാങ്ങാൻ സാധിച്ച ഒന്നോ അതിലധികമോ പരീക്ഷകൾ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിച്ച സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കാൻ സാധിച്ച നേട്ടങ്ങൾ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നവ ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കുക. ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നും നേടാൻ കഴിയില്ല എന്ന ഫീലിംഗ് മനസ്സിലേക്ക് വരുമ്പോൾ ഈ ഡയറി ഒന്ന് മറിച്ചു നോക്കുക. അപ്പോൾ ഇത്രയും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ, ഞാൻ അത്രയ്ക്ക് മോശക്കാരൻ ഒന്നുമല്ല എന്നൊരു ചിന്ത മനസ്സിലുദിക്കും. ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് മതി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ. പറ്റുമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ബെറ്ററായി ചെയ്തു എന്ന് തോന്നുന്ന ഒരു 5 കാര്യങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായി എഴുതി വെക്കാം. ഇതൊരു പവർഫുൾ പ്രാക്ടീസാണ്. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ഓർക്കുമല്ലോ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏതു മേഖലയിലാണോ എക്സ്പെർട്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതു ഫീൽഡിലാണോ നിങ്ങൾക്ക് പാഷനും കഴിവും ഉള്ളത് ആ മേഖലയെ തിരിച്ചറിഞ്ഞ് അതിനെ ബെറ്ററാക്കി കൊണ്ടുവരിക എന്നതാണ്. എല്ലാവരും എല്ലാ കാര്യത്തിലും ഒരുപോലെ സ്കിൽഡ് ആയിരിക്കില്ല ഒരിക്കലും. അതുപോലെ ഒരു കഴിവും ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഇവിടെ ജനിച്ചിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന ഫീൽഡിൽ സ്വയം ഇംപ്രൂവ് ചെയ്യുക. ആ മേഖലയിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണട്ടെ. ആദ്യമൊക്കെ അവർ നിങ്ങളെ അംഗീകരിക്കണം എന്നില്ല, പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ആ ഫീൽഡിൽ എക്സ്പെർട്ടായി കഴിയുമ്പോൾ അവർ നിങ്ങളെ അംഗീകരിക്കും, അഭിനന്ദിക്കും. ഓരോ ദിവസവും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഇംപ്രൂവ്മെന്റ്സ് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. സ്വന്തം മേഖലയിൽ അനുദിനം വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന ചിന്ത തന്നെ നിങ്ങളിൽ വലിയ ആത്മവിശ്വാസം നിറയ്ക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതെങ്കിലും നല്ലൊരു അച്ചീവ്മെൻ്റ് എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു റിസൾട്ട് കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ സ്വയം അഭിനന്ദിക്കുക എന്നതാണ്. പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് 80% മാർക്ക് വാങ്ങാൻ കഴിഞ്ഞു, ഓക്കെ, ബട്ട് എൻ്റെ സുഹൃത്ത് 90% മാർക്കോടെയാണ് വിജയിച്ചത്, സോ ഞാൻ മോശമാണ്. ഇതല്ല ശരിയായ മൈൻഡ് സെറ്റ്. നിങ്ങൾക്ക് 80% മാർക്ക് ലഭിച്ചെങ്കിൽ അത് നിങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റാണ്. ആ അച്ചീവ്മെൻ്റ് നേടാൻ കഴിഞ്ഞതിന് നിങ്ങൾ സ്വയം അഭിനന്ദിക്കാൻ പഠിക്കണം. ഞാൻ മിടുക്കനാണ്, എനിക്ക് ഇത്രയും മാർക്ക് നേടാൻ കഴിഞ്ഞു, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ എന്നെ കുറച്ചുകൂടി ബെറ്ററാക്കും, ഐ നോ ഐ ക്യാൻ ഡു, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെ നല്ല പവർഫുള്ളായി സെൽഫ് ടോക്ക് ചെയ്യുക. ഒപ്പം ഒരു കാര്യം കൂടി ചെയ്യാം. നിങ്ങളെക്കാൾ മാർക്ക് വാങ്ങിയ ആ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് നല്ലൊരു ഹാൻഡ് ഷേക്ക് കൊടുത്ത് മനസ്സ് നിറഞ്ഞ് ഒന്ന് അഭിനന്ദിച്ചേക്കുക. ഇത് രണ്ടും ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് വേറെ ലെവലായിരിക്കും. നാലാമത്തെ കാര്യം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, മുന്നോട്ടു പോകാൻ മോട്ടിവേഷൻ നൽകുന്ന പോസിറ്റീവായ ആളുകളോടൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുക എന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ ഒരു നെഗറ്റീവ് കണ്ടെത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ എല്ലായ്പ്പോഴും പരിഹസിക്കുന്ന, തളർത്താൻ ശ്രമിക്കുന്ന ആളുകളെ, അവർ എത്ര അടുപ്പമുള്ളവരുമാവട്ടെ, മാക്സിമം അകറ്റി നിർത്തുക. അവരെ അവോയ്ഡ് ചെയ്യുക. നമുക്ക് വേണ്ടത് നമ്മുടെ വളർച്ച ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവ തിരിച്ചറിഞ്ഞ് നമ്മെ തിരുത്താൻ ശ്രമിക്കുന്ന ജെനുവിനായ സുഹൃത്തുക്കളെയാണ്. നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ലെവലിൽ ഓൾറെഡി എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുക. അവരോടൊത്ത് സമയം ചിലവഴിക്കുക. അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നേട്ടങ്ങളെ അവരുമായി പങ്കുവെക്കുക. ഇതൊക്കെ നിങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം നിറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾക്ക് കംഫർട്ടബിളായി ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യാൻ മറ്റുള്ളവർ നിർബന്ധിച്ചാൽ അതിന് വഴങ്ങാതിരിക്കുക. നോ പറയാൻ പഠിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ നല്ലൊരു ഡാൻസർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ഫോട്ടോഗ്രാഫർ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പാട്ടുപാടാൻ അത്ര കഴിവ് ചിലപ്പോൾ കാണില്ല. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ലാത്ത പക്ഷം നോ പറയാൻ പറ്റണം. കാരണം നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയില്ലെന്ന് അറിയാവുന്ന ഒരു കാര്യം ചെയ്ത് മറ്റുള്ളവരുടെ പരിഹാസം ഏറ്റുവാങ്ങുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയുന്നതിന് കാരണമാകും. നിങ്ങൾക്ക് എന്താണ് നന്നായി ചെയ്യാൻ കഴിയുക, എന്താണ് ചെയ്യാൻ കഴിയാത്തത് ഇവയെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം മനസ്സിലുണ്ടാവണം. ജീവിതത്തിൽ വിജയിക്കാൻ, അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നല്ല ആത്മവിശ്വാസം അത്യാവശ്യമാണ്. ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത 5 ടിപ്സും ഒന്ന് പ്രയോഗിച്ചു നോക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.